ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയിലി വ്ളോഗ് ആയിട്ടാണ്. രാവിലെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഉച്ചക്കത്തേക്ക് നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ചോറ് ഞാൻ ഉണ്ടാവും ഉച്ചക്ക്. അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും വേണം. അപ്പൊ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. ചെമ്മീന് അധികമൊന്നുമില്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഒരു ചെറിയൊരു ബിരിയാണി. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ചോറിന് വേണ്ടിയിട്ട് അരി ഒന്ന് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചു. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. മറ്റേ ചെറിയ അരിയായിരുന്നു നല്ലത്, പക്ഷെ എൻ്റെ ബസ്മതി റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് രണ്ടും സെറ്റാക്കി വെച്ചു. തലേ ദിവസം തണ്ടലും സൈഡൊക്കെ വേദനിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. യൂറിനൽ ഇൻഫെക്ഷൻ ആയിരുന്നു. നല്ല വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം കുടി പൊതുവെ കുറവാണ്. പിന്നെ നല്ല തണവായ കാരണം പിന്നെ വെള്ളം തീരെ കുടിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് എന്തായി, വയ്യാണ്ടായി. ഇടക്കിടക്കിപ്പോ വെള്ളം ഇങ്ങനെ കുടിക്കണുണ്ട്. ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു വേദന. പേടിയായത് കൊണ്ട് ഇടക്കിടക്ക് വെള്ളം കുടിക്കണുണ്ട്. ഇനി വരാതെ സൂക്ഷിക്കണം. അങ്ങനെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 സബോള 2 തക്കാളിയാണ് ഞാൻ എടുക്കണത്. നമുക്ക് അതൊന്ന് അരിഞ്ഞേക്കാം. ഇതിന് മുന്നേ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണത്. കുറെ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കണത്. സക്സസ് ആയാൽ മതിയായിരുന്നു. മസാലക്ക് വേണ്ടിയിട്ട് 6 സബോളയും 2 തക്കാളിയാണ് എടുക്കണത്. അതും നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ സബോള തക്കാളിയൊക്കെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യണതും ചോറ് വേവിക്കണതൊക്കെ ഒരു പാനിൽ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പാനാണ് എടുക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നേരത്തെ കുതിർക്കാൻ വെച്ച അരി, അതിലത്തെ വെള്ളം ഒന്ന് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് മാറ്റി കൊടുക്കാം. കുറച്ചു നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടാൽ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചതച്ചത് വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ചതച്ചത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 4 പച്ചമുളക് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചിട്ട് വെക്കുന്നുണ്ട്. ഇത് 3 കൂടി ചതച്ചതായിരുന്നു ബെസ്റ്റ്. പക്ഷേ ഞാൻ ഓൾറെഡി ചതച്ച കാരണം പിന്നെ പച്ചമുളക് മാത്രമേ ചതച്ചേക്കണുള്ളൂ. ഇതൊക്കെ ചതച്ചേക്കണ നേരം നമ്മുടെ ചെമ്മീൻ നല്ലോണം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കണത്. അതിലേക്ക് ഒരു 2 ഏലക്ക, 3-4 ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, ചുവന്നുള്ളി ചതച്ചതൊക്കെ നമുക്ക് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സബോള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സബോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ചോറിക്കും കൂടിയിട്ടുള്ള ഉപ്പ് വേണം നമ്മൾ ഇടാൻ. ഞാൻ ഇതിൽ 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ ആ സബോള ഒക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. സബോളൊക്കെ ഒന്ന് വേവണ നേരം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ വേണ്ടി വന്നപ്പോഴത്തേനും മോൾ ഓടി വന്ന് അതിൽ ചാടി കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടു. ഇന്ന് ക്ലീനിങ് ഒന്നുമില്ല, കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ക്ലീനിങ്ങിന്റെ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്തിട്ടില്ല. ആ സമയം കൊണ്ട് നമ്മുടെ സബോളൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ കാര്യമായിട്ടില്ല, കാരണം ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി അതിൽ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചേർത്തത്. അതൊക്കെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതേപോലെ 5 മിനിറ്റ് മൂടി വെച്ചാൽ അതൊന്ന് ഉടഞ്ഞ് കിട്ടും. അങ്ങനെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി മസാലയൊക്കെ നല്ല യോജിക്കേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ അരിയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എത്ര ഗ്ലാസ് ആണോ അരി എടുത്തിട്ടുള്ളത് അതിൽ 1 ഗ്ലാസ് കൂടുന്ന രീതിയിൽ നമുക്ക് നേരത്തെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8-10 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ.
അങ്ങനെ അതൊക്കെ ഒന്ന് വേവണ നേരം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങൾ കഴുകാമെന്ന് വിചാരിച്ചു. എല്ലാം പെട്ടെന്ന് തീർത്താൽ വെറുതെ ഇരിക്കാമല്ലോ. പിന്നേക്ക് വെച്ചാൽ പിന്നെ മടിയാവും. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അങ്ങനെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പത്തിന് ബിരിയാണി ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചു. അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ബിരിയാണിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് വേവൊക്കെ തന്നെ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒപ്പാക്കി കൊടുത്തു. അതൊക്കെ ഒന്ന് ഒപ്പാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്താൽ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ദം ചെയ്തിട്ടെടുക്കാം ലോ ഫ്ലെയിമിൽ. ആ സമയം നമുക്ക് സലാഡ് തയ്യാറാക്കാം. അങ്ങനെ സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി സ്മെല്ലാണ്. ബിരിയാണിക്ക് പപ്പടം നല്ല കോമ്പിനേഷനാണ്, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സലാഡ് ഉണ്ടാക്കി, പപ്പടമൊക്കെ വറുത്തെടുത്തു, എല്ലാം സെറ്റാക്കി ഒരു ഭാഗത്തിരുന്നു. ഏകദേശം 11 മണിക്ക് നിന്നിട്ട് ഒരു 1 മണി ആവാനായി കഴിയുമ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണാം. ബൈ.